الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد ഏറെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹുവിനെ അവിടുത്തെ നിയമനിർദ്ദേശങ്ങളെയൊക്കെ സൂക്ഷിച്ചും ഭയപ്പെട്ടും നമ്മുടെ ജീവിതത്തെയൊക്കെ ക്രമപ്പെടുത്തി തഖ്വയുള്ളവരായി മാറണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിച്ചു മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിടവേളയ്ക്ക് ശേഷം നമ്മുടെ നാട്ടിൽ തവസ്സുൽ ഇസ്തിഗാസ എന്ന വിഷയം വീണ്ടും ചർച്ചയാവുന്ന സാഹചര്യത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. 10-15 വർഷങ്ങൾക്കപ്പുറത്ത് മുൻഗാമികളായ നമ്മുടെ പണ്ഡിതന്മാർ മുസ്ലിം സമുദായത്തിലെ വിശ്വാസപരമായി സംഭവിക്കുന്ന പിഴവുകളെ പ്രമാണങ്ങളിൽ നിന്ന് പലപ്പോഴും ആളുകൾ വ്യതിചലിച്ചു പോകുമ്പോൾ അതിൻ്റെ ശരിയായ വസ്തുതകളെയൊക്കെ പരിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിനെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി വിശദീകരിച്ചു കൊടുക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു വരാറുണ്ട്. അങ്ങനെ ആളുകൾക്കിടയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയും യഥാർത്ഥ പ്രമാണങ്ങളുടെ കൂടെ ആളുകളൊക്കെ നിലയുറപ്പിച്ചു വരികയും ചെയ്തു വരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാലും പരമ്പരാഗതമായി ഞങ്ങൾ വിശ്വസിച്ച് ആചരിച്ച് അനുഷ്ഠിച്ചു പോരുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു മാറ്റം വരുത്തുക എന്നത് പലപ്പോഴും പല ആളുകൾക്കും പ്രയാസമുണ്ടാവും, സ്വാഭാവികമാണ്. ശരിയാണ് എന്ന് ബോധ്യപ്പെടാത്തതിൻ്റെ കാരണത്താൽ അങ്ങനെ തന്നെ നിൽക്കുന്ന ആളുകളുണ്ടാവും. ശരിയാണെന്ന് ബോധ്യപ്പെട്ടാലും ഒരു സോഷ്യൽ സ്റ്റാറ്റസ് വിടാൻ മടിക്കുന്നത് കൊണ്ട് അങ്ങനെ തന്നെ തുടരുന്ന ആളുകളുണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിന് പരിശുദ്ധ ഖുർആനിൻ്റെ പിൻബലം വേണം. ഒരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കുന്നതിന് പരിശുദ്ധ ഖുർആനിൻ്റെ പിൻബലം വേണം.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു കാര്യം ചെയ്യാതിരിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധ്യമാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ചെയ്യരുത് എന്നൊരു പറഞ്ഞ കാര്യം ചെയ്യാൻ ഏതൊരാൾ നിർബന്ധിച്ചാലും നമ്മൾ ചെയ്യേണ്ടതുമില്ല. നമ്മൾ ചെയ്യുന്ന പുണ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന, സ്വർഗപ്രവേശനത്തിന് സാധ്യമാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ സകല കാര്യങ്ങളും പരിശുദ്ധ ഖുർആനും പ്രവാചകനും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നതൊരു സത്യമാണ്, ഹക്കാണ്. അതെല്ലാം കൃത്യമായി രേഖപ്പെട്ട് കിടക്കുന്നുമുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം അനുഷ്ഠിക്കാൻ, ചെയ്യാൻ, വിശ്വസിക്കാൻ, പ്രവർത്തിക്കാൻ അത് പരിശുദ്ധ ഖുർആനിൽ എന്ത് പറയുന്നു എന്നും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് കൽപ്പന നടത്തി എന്നും അതിനനുസരിച്ച് ജീവിച്ച സഹാബത്തിന്റെ ഒരു ജീവിതക്രമവും നമ്മൾ പരിശോധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംശയങ്ങൾ എളുപ്പത്തിൽ തീർക്കാൻ കഴിയുമെന്നതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തവസ്സുൽ എന്ന് പറഞ്ഞാൽ, തവസ്സുൽ, ഇസ്തിഗാസ, നമ്മൾ അള്ളാഹുവിനെയും നമുക്കുമിടയിൽ ഒരാളെ വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, ഒരു ഇടതേട്ടം, അതിൻ്റെയൊക്കെ പ്രമാണം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അതിലുള്ള എല്ലാ സംശയങ്ങളും നമുക്ക് ഇല്ലാതാകും എന്നതിൽ സംശയമില്ല. തവസ്സുൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്ടം നേടുക, സാമീപ്യം നേടുക എന്നതാണ് അറബി ഭാഷയിൽ തവസ്സുൽ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ശരഇൽ, ദീനിയായ കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ തവസ്സുൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിശ്വാസത്തിലൂടെ, നമ്മുടെ ഈമാൻ വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടുക എന്നുള്ളതാണ്. ഇഷ്ടം നേടുന്നതിലൂടെ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് നമ്മളത് സാധിപ്പിച്ചെടുക്കാൻ സാധിക്കുക എന്നതാണ് ശറഇലെ ഒരർത്ഥം. വേറെ രൂപത്തിൽ പറഞ്ഞാൽ, അള്ളാഹുവിന്റെ സൃഷ്ടികളാണല്ലോ നമ്മളൊക്കെ, അള്ളാഹിന്റെ സൃഷ്ടിപ്പിൽപ്പെട്ടവരാണ്. ആ സൃഷ്ടികൾ എന്ന നിലക്ക് നമ്മൾ ഒരു പുണ്യകർമ്മം അനുഷ്ഠിക്കുകയും അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാവുകയും അതിനെ മുൻനിർത്തി നമ്മൾ അള്ളാഹുവിനോട് ഒരു കാര്യം സാധിച്ചെടുക്കുകയും ചെയ്യുക എന്നതാണ് തവസ്സുൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന ശരഇയായ കാര്യങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ, തവസ്സുൽ എന്നത് കേൾക്കുമ്പോഴേ ഒരു അലർജി ഉണ്ടാകേണ്ട സംഗതിയല്ല. തവസ്സുൽ ഇസ്ലാം അനുവദിച്ച കാര്യങ്ങളുണ്ട്. തവസ്സുൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഒരു ഇബാദത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. തവസ്സുൽ എന്നത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട, അള്ളാഹു അനുവദിച്ച ഒരു ഇബാദത്ത്, ഒരു പുണ്യകർമ്മമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനെന്താ തെളിവ്? നമുക്ക് തെളിവ് വേണം. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല വജാഹിദൂ ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ. 5-ാം അധ്യായം 35-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ, അവനിലേക്ക് അടുക്കുവാനുള്ള മാർഗം നിങ്ങൾ തേടുകയും ചെയ്യുക. വബ്തഗൂ ഇലൈഹിൽ വസീല, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗത്തെ നിങ്ങൾ അവലംബിക്കണം എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ വിജയികളായേക്കാം എന്ന് പറഞ്ഞ ആയത്ത് അവസാനിപ്പിക്കുകയാണ്. ഈ ആയത്തിലെ അൽ വസീല, വസീല എന്ന വാക്കിന് എന്താണ് അർത്ഥം? ആരാണ് അതിന് അർത്ഥം പറഞ്ഞു തരേണ്ടത്? ആര് പറഞ്ഞു തന്ന അർത്ഥമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ഞാൻ പറഞ്ഞാണോ സ്വീകരിക്കേണ്ടത്? നിങ്ങളിൽ ഓരോരുത്തരും പറഞ്ഞാണോ സ്വീകരിക്കേണ്ടത്? അല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വസീല എന്ന വാക്കിന് എന്തർത്ഥമാണോ നമ്മളോട് പഠിപ്പിച്ചു തന്നത് അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അത് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ കേട്ട സഹാബത്തുണ്ട്, പ്രവാചകനെ കണ്ട് പ്രവാചകന്റെ നാവിൽ നിന്ന് അത് കേട്ട് മനസ്സിലാക്കിയ സഹാബത്തുണ്ട്. അവർ അതിന് എന്തർത്ഥമാണോ മനസ്സിലാക്കിയത് അത് നമ്മൾ മനസ്സിലാക്കുക. പൂർവികരായ മുഫസ്സിറുകൾ, മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് എന്തർത്ഥമാണോ പറഞ്ഞത് അത് നമ്മൾ സ്വീകരിക്കുക. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് തെറ്റിപ്പോവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ആയത്തിന് മുഫസ്സിറുകൾ, മുൻഗാമികൾ, മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തർത്ഥമാണ് കൊടുത്തിട്ടുള്ളത്? മിൻ ഫഅലി ത്വആതി വ തർക്കിൽ മആസി എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ കുറ്റകൃത്യങ്ങൾ വെടിഞ്ഞ് സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് സാമീപ്യം നേടുക, അള്ളാഹുവിലേക്ക് ധാരാളമായി നമ്മൾ അടുക്കുക എന്നതാണ് ഈ ആയത്തിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അർത്ഥം പറഞ്ഞത് എന്ന് മുഫസ്സിറുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാന്മാരായ മുഫസ്സിറുകളൊക്കെ അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഈ വസീല എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, അള്ളാഹ്ക്ക് വഴിപ്പെടുക, അള്ളാഹുവിന്റെ ഇഷ്ടവും അടുപ്പവും സാമീപ്യവും ഒക്കെ നേടുക എന്നതാണ്. ചുരുക്കി പറഞ്ഞത് എങ്ങനെ നേടാൻ കഴിയുക? ധാരാളം നന്മ ചെയ്യുക, ഫർളുകൾ ചെയ്യുക,
സുന്നത്തുകൾ ചെയ്യാം, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, തെറ്റുകുറ്റങ്ങളില്ലാതെ ജീവിക്കുക. അത്തരക്കാർക്ക് അള്ളാഹു നൽകുന്ന ഒരു അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ അവന്റെ കാര്യങ്ങൾ അള്ളാഹു തആല എളുപ്പമാക്കി കൊടുക്കുക എന്നത്. ഇതാണ് ഈ ആയത്തിലെ വസീല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് അത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ പലപ്പോഴും വസീല തേടുക, അള്ളാഹുവിലേക്ക് ഇഷ്ടം സമ്പാദിക്കുക, തവസ്സുൽ നടത്തുക എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ അതിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പലപ്പോഴും അതിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് തെറ്റിദ്ധാരണ ഉള്ളത്? അത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ തവസ്സുൽ എന്ന് പറയുന്നത്, ഇസ്തിഗാസ എന്ന് പറയുന്നത്, ഈ വസീല തേടാമെന്ന് പറയുന്നത് അമ്പിയാക്കളോട് പറ്റുമോ? ഔലിയാക്കളോട് പറ്റുമോ? അമ്പിയാക്കന്മാരെയും ഔലിയാക്കളെയും ഒക്കെ നമുക്കിടയിൽ മധ്യവർത്തികളാക്കി അവനിലേക്ക് സാമീപ്യം തേടാൻ പറ്റുമെന്ന തെറ്റായ ഒരു വ്യാഖ്യാനം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് തികച്ചും തെറ്റാണ്. പ്രമാണങ്ങളുടെ പിന്തുണയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല മുഫസ്സിറുകളോ മുൻഗാമികളോ പഠിപ്പിക്കപ്പെടാത്ത കാര്യമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തത്, മഹാത്മാക്കളായ മനുഷ്യരുണ്ടാവും, നല്ല സാലിഹ്യങ്ങളായി ജീവിച്ചു പോയ ആളുകൾ, അമ്പിയാ മുർസലീങ്ങളൊക്കെ അതിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഔലിയാക്കന്മാരാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട ആളുകൾ ഉണ്ടാവും. ആരാണ് നമുക്കിടയിൽ ഔലിയാക്കന്മാരായത്? സഹാബ കിറാമുകൾ ഔലിയാക്കന്മാരായിരുന്നു എന്ന് നമുക്ക് പറയാം. പക്ഷെ അവരാരും പറഞ്ഞില്ല ഞാൻ അള്ളാന്റെ ഔലിയാണ് എന്നാരും പറഞ്ഞിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനേക്കാളും വലിയ ഒരു ഔലിയുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാളും കൂടുതൽ വലിയൊരു ഔലിയ, അങ്ങനെ പ്രവാചകന്റെ വലിയായി മാറിയ ആളുകളുണ്ട്. അവരാണ് ഔലിയ. പക്ഷെ അവരൊന്നും ഞാൻ ഒരു വലിയാണ് എന്നോ ഔലിയാണ് എന്നോ ഒന്നും പരാമർശിച്ചിട്ടില്ല. അത് അള്ളാഹുവും അവരും തമ്മിലുള്ള ഒരു സംഭാഷണത്തിന്റെ, അവരുടെ ജീവിത രീതികളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഒരു അനുഭവമാണ്. അതിനാരും വിറ്റ് കാശാക്കിയിട്ടില്ല. അതുകൊണ്ട് ആരൊക്കെയാണ് ഔലിയ എന്ന് നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. അത് അള്ളാഹ്ക്കും അവർക്കിടയിൽ മാത്രം തീർപ്പാകുന്ന കാര്യങ്ങളാണ്. സജ്ജനങ്ങളായ ആളുകളെ പലപ്പോഴും ആളുകൾ വലിയാണ്, ഔലിയാണ് എന്നൊക്കെ പറയാറുണ്ട്. ചിലപ്പോഴൊക്കെ അവരുടെ പ്രവർത്തനത്തിന് വലിയ ഫലങ്ങളും കാണാറുണ്ട്. അതൊന്നും ഒരു തെറ്റോ കുറ്റങ്ങളൊന്നുമല്ല. പക്ഷേ അവരുടെ മരണശേഷം അവരെ നമുക്കിടയിൽ പടച്ചോനെ, അതുപോലെ പടച്ചോനും അവരെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഇടയാളന്മാരാക്കി പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ വസീല തേടാനുള്ള തെളിവുകൾ പ്രമാണങ്ങളിൽ ഇല്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. പലപ്പോഴും പറയും മഹാത്മാക്കളുടെ ഹക്ക് കൊണ്ട്, ജാഹു കൊണ്ട്, ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ പടച്ചോനെ നിന്നോട് തേടുന്നു എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് ഈ ഹക്ക്? അള്ളാഹു അവർക്ക് നൽകിയ ചില അവകാശങ്ങളുണ്ട് എന്നാണ് വെപ്പ്. അള്ളാഹുവിന്റെ അടുക്കൽ അവരുടെ ജാഹ് എന്ന് പറഞ്ഞ അവരുടെ സ്ഥാനമാനങ്ങൾ അനുസരിച്ച് ഞങ്ങൾ നിന്നോട് പറയുന്നു എന്നാണ് വെപ്പ്. അതുപോലെ തന്നെ ബർക്കത്ത്, അള്ളാഹു അവർക്കെന്തോ പ്രത്യേകമായ അനുഗ്രഹം കൊടുത്തത് കൊണ്ട് അതിൽ നിന്ന് ഞങ്ങൾ ചോദിക്കുന്നു എന്ന നിലക്കാണ് ഇത് പറയാറുള്ളത്. പ്രിയപ്പെട്ടവരെ, മഹാത്മാക്കളുടെ ഹക്ക്, ജാഹ്, ബർക്കത്ത് കൊണ്ടുള്ള ഇടനേട്ടമാണ് തവസ്സുൽ എന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതൊരു തെറ്റായ വ്യാഖ്യാനമാണ്. പ്രമാണങ്ങളിൽ അതിന് തെളിവില്ല. ഖുർആൻ അത് പഠിപ്പിച്ചിട്ടില്ല. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത്തരം കാര്യങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇതാണ് അതിലെ തെറ്റായ വ്യാഖ്യാനം എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 തരത്തിലുള്ള പ്രധാനപ്പെട്ട തവസ്സുൽ, അനുവദിക്കപ്പെട്ട തവസ്സുലുണ്ട്. നമ്മൾക്ക് ചെയ്യാവുന്ന തവസ്സുലുണ്ട്, നമ്മൾ അനുഷ്ഠിക്കാവുന്ന തവസ്സുലുണ്ട്. അതൊരു ഇബാദത്താണ്, അത് നമ്മൾക്ക് നിർവഹിക്കാവുന്നതാണ്. ഒന്നെന്താണ്? ഒന്ന് നമുക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ആ പ്രാർത്ഥനയ്ക്ക് നമുക്കും അള്ളാഹ്ക്കും ഇടയിൽ ഒരാൾ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഒരാളെ അല്ലെങ്കിൽ ഒരു സംഗതി അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ വാക്ക്, ഒരു പ്രവൃത്തി, ഇതൊക്കെയാണ് ഇതിന്റെ ഇടയിൽ ഉണ്ടാവുക. അത് വേണമെന്നുള്ളതാണ്. ഒന്ന് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഏതാണ് അനുവദിക്കപ്പെട്ടത്? ഒന്ന് പ്രവാചകൻ പഠിപ്പിച്ചു, അള്ളാഹുവിന്റെ നാമങ്ങളെ മുൻനിർത്തി നിങ്ങൾക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. ഒരു പ്രയാസം വന്നു, നമുക്ക് അതിന് രക്ഷ വേണം, ഒരു പ്രത്യേകമായ കാര്യം അള്ളാഹിന്റെ അടുത്ത് സാധിക്കണം, അതിന് അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. അപ്പൊ അള്ളാഹ് കുറച്ചുകൂടി നമ്മുടെ പ്രാർത്ഥന ഗൗരവത്തിൽ പരിഗണിക്കും. അതിനുള്ള കാര്യം എന്താണ്? ഖുർആൻ തന്നെ പഠിപ്പിച്ചു. അതിന് തെളിവ് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. നിങ്ങൾ അള്ളാഹുവിന്റെ ഉത്കൃഷ്ട നാമങ്ങളെ വെച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് തേടിക്കൊള്ളുക. അപ്പൊ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കുറെ പേരുകളുണ്ട്. 99 നാമങ്ങളുണ്ട്. റഹ്മാൻ, റഹീം, ഗഫൂർ തുടങ്ങിയ 99ഓളം നാമങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ നാമങ്ങളൊക്കെ പഠിക്കാം. എന്നിട്ട് അതൊക്കെ ചൊല്ലിയിട്ട് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കാം.
അതാണ് അള്ളാഹുവിന്റെ നാമങ്ങൾ കൊണ്ട് വസീല തേടുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ആ നാമങ്ങളെ വിളിച്ചിട്ട് നമുക്ക് ഒന്നുകിൽ 99 നാമവും പഠിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അല്ലെങ്കിലോ അതിൽ നമുക്ക് അറിയുന്ന പേരുകൾ റഹ്മാൻ, റഹീം, ഗഫാർ, ഖയ്യൂം എന്നൊക്കെ ഉള്ള പേരുകൾ വിളിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഖുർആനിൽ പറഞ്ഞ പേരുകളുണ്ട്, പ്രവാചകൻ പഠിപ്പിച്ചു തന്ന പേരുകളുണ്ട്. ആ പേരുകൾ ഉപയോഗിച്ച് നമുക്ക് അള്ളാഹിനോട് തേടാവുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കറബഹു അംറുൻ ഖാല യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവിതത്തിൽ വിഷമങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. അങ്ങനെ സങ്കടകരമായ എന്തെങ്കിലും ഉണ്ടാകുമ്പോ പ്രവാചകൻ പറയും, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു. അല്ലാഹുവേ, ഹയ്യായവനെ, എന്നെന്നും ജീവിക്കുന്നവനെ, ഖയ്യൂമേ ബിറഹ്മതിക നിന്റെ കാരുണ്യം കൊണ്ട്, അസ്തഗീസു ഞാൻ നിന്നോട് സഹായം തേടുന്നു, ഇസ്തിഗാസ തേടുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന റിപ്പോർട്ടുണ്ട്. അപ്പൊ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും, ചെയ്യേണ്ടതാണ് എന്നാണ് നമ്മളോട് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ മുഴുവൻ നാമങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും നാമങ്ങൾ എടുത്ത് നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇത് അനുവദിക്കപ്പെട്ട തവസ്സുലാണ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? അദ്ദേഹം ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടു. ഒരു നാട്ടിൽ ദൗത്യം ദഅവത്ത് നിർവഹിക്കുന്നതിന് മടുപ്പ് വന്ന് അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിച്ചാണ്. പക്ഷേ തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പടച്ചോനെ, നീയല്ലാതെ ഇലാഹില്ല, നീ എത്ര പരിശുദ്ധനാണ്, എനിക്ക് തെറ്റുപറ്റിപ്പോയി റഹ്മാനെ, ഞാൻ തെറ്റുകാരിൽ പെട്ടിരിക്കുന്നു, എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥന അനുവദനീയമാണ്. നമുക്ക് അള്ളാഹുവിന്റെ നാമങ്ങളെ വെച്ചിട്ട് തവസ്സുൽ ചെയ്യാം. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തെ തവസ്സുൽ എന്താണ്? അനുവദിക്കപ്പെട്ട തവസ്സുല് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത ഏറ്റവും നല്ല അമലുകളെ മുൻനിർത്തി നമുക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. സ്വന്തം സൽക്കർമ്മങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള തവസ്സുലാണ് അത് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്താ അതിന് തെളിവ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 ആളുകളുടെ ഉദാഹരണങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അവരൊരു യാത്ര ചെയ്യായിരുന്നു. അവർ ഒരു രാത്രിയായപ്പോ ഒരു ഗുഹയിൽ അഭയം തേടി. രാത്രി കിടക്കാൻ ഒരു ഗുഹയിൽ കയറി നിന്നു. പക്ഷെ രാത്രിയിൽ പെട്ടെന്നൊരു കാറ്റും കോളൊക്കെ വന്ന് ആ പാറക്കെട്ടിന്റെ മുകളിൽ നിന്ന് ഈ ഗുഹാമുഖത്തേക്ക് ഒരു വലിയ പാറക്കഷ്ണം വന്നിട്ട് ഇവർക്ക് ഇറങ്ങിപ്പോകാനുള്ള അതിന്റെ ഗുഹാമുഖം അടഞ്ഞുപോയി. അവ എന്ത് തള്ളി ശ്രമിച്ചിട്ട് അവർക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുക്കാൻ, അവരിൽ ഒരാൾ പറഞ്ഞു, നമുക്ക് എങ്ങനെ ഇതിന്ന് രക്ഷപ്പെടാൻ കഴിയാ? നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമുക്ക് ഇതിന്ന് കടക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് നമ്മൾ ചെയ്ത നല്ല നന്മകൾ എടുത്ത് അള്ളാഹുവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് പറയാൻ. എന്നിട്ട് അവർ 3 ആളും പ്രാർത്ഥിക്കുന്ന സന്ദർഭം റസൂലുള്ളാഹി പറഞ്ഞു. ഒരാളെന്താ ചെയ്തത്? ഒരാളുടെ പ്രശ്നം എന്തായിരുന്നു? ഒരാൾ ചെയ്ത സൽക്കർമ്മം എന്താണ്? അയാളുടെ വീട്ടിൽ പ്രായം ചെന്ന മാതാപിതാക്കളുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടേ തന്റെ കുടുംബങ്ങൾക്കും ജോലിക്കാർക്കും ഒക്കെ അദ്ദേഹം ഭക്ഷണം കൊടുക്കുള്ളൂ. അദ്ദേഹം വന്നിട്ട് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ ഉറക്കി അവർക്ക് ആവശ്യമുള്ള പരിചരണമൊക്കെ കൊടുത്തിട്ടാണ് ബാക്കിയുള്ളവരുടെ കാര്യം പരിഗണിക്കുക. അങ്ങനെയാണ് അദ്ദേഹം ചെയ്തു വന്നിരുന്നത്. ഒരു ദിവസം അദ്ദേഹം ദീർഘമായ ഒരു യാത്ര പോയി. യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വൈകിപ്പോയിട്ടുണ്ട്. മാതാപിതാക്കൾ ഉറങ്ങിപ്പോയി. അദ്ദേഹം അല്പം പാലൊക്കെ കറന്നെടുത്ത് ഈ മാതാപിതാക്കൾ അടുത്ത് നിന്ന് തട്ടി വിളിച്ചു നോക്കിയപ്പോൾ അവർക്ക് നല്ല ഉറക്കത്തിലാണ്. അവരെ ഉണർത്തുന്ന അദ്ദേഹത്തിന് വലിയ പ്രയാസമായി തോന്നി. അദ്ദേഹം ഉറക്കമൊഴിച്ച് അവരുണരുന്നതും കാത്തിരിക്കുകയാണ്. അങ്ങനെ രാത്രിയായി. കുറെ നേരം കഴിഞ്ഞു. മക്കളൊക്കെ വിശന്ന് കരയാൻ തുടങ്ങി. എന്നിട്ടും അദ്ദേഹം പറഞ്ഞു, ഉമ്മക്കും പക്കും കൊടുക്കാതെ ഞാൻ ഈ ഭക്ഷണം ബാക്കി ഇങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഉണരുന്നത് വരെ കാത്തിരുന്നു. മക്കളും കുടുംബങ്ങളും ഒക്കെ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് ഇയാൾക്ക് വലിയ വിഷമുണ്ട്. പക്ഷേ അദ്ദേഹം പറയാണ്, പടച്ചോനെ, അള്ളാഹുവേ, നിന്റെ തൃപ്തിക്ക് നിന്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്, അങ്ങനെയൊക്കെ ചെയ്തത്. അതുകൊണ്ട് നിനക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, നീ അതെന്നിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ, ഞങ്ങൾ അനുഭവിച്ച ഈ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്. ഈ
പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും ആ പാറക്കെട്ടിന്റെ ഒരു ഭാഗം ആ ഗുഹാമുഖത്ത് നിന്ന് നീങ്ങുകയും ചെയ്തു. അവർക്ക് പക്ഷെ പുറത്തു കടക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ ആൾ പ്രാർത്ഥിച്ചു. എന്താണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്? അദ്ദേഹത്തിന്റെ പിതൃവ്യപുത്രി വലിയ സുന്ദരിയായിരുന്നു. അദ്ദേഹത്തിന് അവളോട് ഭയങ്കര ഗാഢമായ പ്രണയം ഉണ്ടായി, വലിയ സ്നേഹവും ഇഷ്ടത്തെ തോന്നി. അങ്ങനെ പലപ്പോഴും ആ ഇഷ്ടം അവളോട് പറഞ്ഞു, നീ എന്റെ കൂടെ ഒന്ന് എന്റെ ആ ആഗ്രഹങ്ങളൊന്ന് സാധിപ്പിച്ചു തന്നാൽ ഞാനത് വലിയ ഹാപ്പിയാവും എന്നൊക്കെ പറഞ്ഞു. പലപ്പോഴും അവളെ വശീകരിക്കാൻ ശ്രമിച്ചു, പക്ഷെ അവൾ വഴങ്ങിയില്ല. അങ്ങനെ ഒരു ദിവസം അവൾക്ക് അവളുടെ കുടുംബത്തിന് വലിയ പ്രയാസം അനുഭവപ്പെട്ടു. അങ്ങനെ ഇയാളിൽ നിന്ന് അവർ കുറച്ച് പണം ആവശ്യപ്പെടുകയാണ്. കുറച്ച് പൈസ തരുമോ, ഞങ്ങളെത്തൊന്ന് സഹായിക്കുമോ എന്ന്. അദ്ദേഹം 120 ദീനാർ അവൾക്ക് കൊടുക്കാം, അവളുടെ ആവശ്യത്തിന് വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു ഡിമാൻഡ് വെച്ചു, നീ എന്റെ ആഗ്രഹം സാധിപ്പിച്ചു തരണം, എന്റെ കൂടെ കിടപ്പറ പങ്കിടണം, എങ്കിലേ ഞാനത് തരുന്നുള്ളൂ പറഞ്ഞു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം അവൾ അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ ആ തിന്മയ്ക്ക് വേണ്ടി അവർ ഒരുങ്ങിയ സന്ദർഭത്തിൽ അവൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കണേ, അള്ളാനെ സൂക്ഷിക്കണേ, നിക്കാഹ് കഴിയാതെ നിങ്ങൾ എന്നെ നശിപ്പിക്കാതിരിക്കണേ എന്ന് അയാളോട് പറയുന്നുണ്ട്. അള്ളാനെ പേടിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അയാൾക്ക് വലിയ മാനസാന്തരം ഉണ്ടായി. പടച്ചോനെ കുറിച്ചുള്ള വാക്കുകൾ കേട്ടോടുകൂടി അയാൾ ആ തെറ്റിൽ നിന്ന് പിന്മാറി. ആ 120 ദീനാർ കൊടുത്തിട്ട് അവളോട് പറഞ്ഞു, നീ അത് കൊണ്ടുപോയിക്കോ, നീ എന്നെ വലിയൊരു തെറ്റിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ലേ, അള്ളാഹു നിന്നെ സഹായിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞ് ആ തെറ്റ് ചെയ്യാതെ, ആരോരും അറിയാതെ ചെയ്യാൻ സാധിക്കുമായിരുന്ന ആ തെറ്റ് ചെയ്യാതെ അയാൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു, പടച്ചോനെ, ഇതൊക്കെ ഞാൻ ചെയ്തത് നിന്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ടാണല്ലോ, അതുകൊണ്ട് ഈ പ്രയാസത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അള്ളാഹു അത് സ്വീകരിച്ചു. ആ കവാടം കുറച്ചും കൂടി നീങ്ങി എന്നാണ്. എന്നിട്ട് അവർക്ക് പുറത്തു കടക്കാൻ കഴിഞ്ഞില്ല. മൂന്നാമത്തെ ഒരാൾ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, എനിക്ക് കുറെ ജോലിക്കാരുണ്ടായിരുന്നു, പക്ഷെ ആ ജോലിക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ കൂലി വാങ്ങിയിരുന്നില്ല. അങ്ങനെ ആ സമ്പാദ്യം എന്ത് ചെയ്തു, ഞാനതങ്ങനെ സൂക്ഷിച്ചു വെച്ചു. അയാൾ കുറേ കാലം എന്റെ കൂടെ ജോലി ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം അയാൾ പറഞ്ഞു, ഞാൻ കുറെ കാലങ്ങളോടുകൂടെ ജോലി ചെയ്തില്ലേ, എനിക്കതിന്റെ കൂലി തരണമെന്ന് ആവശ്യപ്പെടുകയാണ്. അൽഹംദുലില്ലാ, ഇയാൾ ഈ സൂക്ഷിച്ചു വെച്ച സമ്പത്ത്, ആ സമ്പത്ത് കൊണ്ട് അദ്ദേഹം വിലക്ക് വാങ്ങിയ ഒട്ടകങ്ങള്, ആടുമാടുകൾ, ഇതൊക്കെ ഉണ്ടായിരുന്നു. ആ സമ്പത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ വളർച്ച സംഭവിച്ച സമ്പത്തും സ്വത്തും ഒക്കെ അദ്ദേഹം പറഞ്ഞതാ, ഈ ഒട്ടകങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ആട്ടിൻകൂട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ അടിമകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിന്റെ സമ്പത്ത് കൊണ്ട് ഉണ്ടായതാണ്, അതൊക്കെ നീ എടുത്തുകൊള്ളുക എന്ന് ഈ സഹോദരൻ പറയുകയും അയാൾക്ക് കൊടുക്കാൻ സമ്മതിക്കുകയും ചെയ്തു. അയാൾ പറഞ്ഞു, നിങ്ങൾ എന്നെ കളിയാക്കരുതിട്ടോ. അദ്ദേഹം പറഞ്ഞു, ഞാൻ കളിയാക്കിയതല്ല, നീ വാങ്ങാതിരുന്ന കൂലി ഞാൻ ഇങ്ങനെ കൂട്ടിവെച്ച് സമ്പത്താക്കി, അതുകൊണ്ടുണ്ടായതാണ് ഇതൊക്കെ, അതുകൊണ്ട് നീ അതൊക്കെ എടുത്തുകൊള്ളുക, എനിക്കതൊന്നും വേണ്ട എന്ന് ഇയാൾ പറയുകയും എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു, പടച്ചോനെ, അന്ന് ഞാൻ അതൊക്കെ കൊടുത്തത് നിന്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയാണ് പടച്ചോനെ, അതുകൊണ്ട് എന്നിൽ നിന്ന് ഇത് സ്വീകരിക്കുകയും ഈ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കുകയും ചെയ്യണേ എന്ന് അവർ പ്രാർത്ഥിച്ചു. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ആ കവാടത്തിൽ നിന്ന് ആ പാറക്കെട്ട് നീങ്ങുകയും അവർ രക്ഷപ്പെടുകയും ചെയ്തു എന്ന് ഒരിക്കലും ജീവിതത്തിൽ കളവ് പറയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരാണ്. ഇങ്ങനെ നമുക്ക് ഒരു പ്രയാസഘട്ടത്തിൽ ഒരു കാര്യം സാധിക്കാൻ നമ്മൾ ചെയ്ത ഏറ്റവും നല്ല അമല് കൊണ്ട് അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് തവസ്സുൽ, അനുവദിക്കപ്പെട്ട തവസ്സുലാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു അമല് നമ്മളെ കയ്യിലുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആ സമയത്തൊരു അമല് ചെയ്തിട്ടുള്ള അമലല്ലത്. അള്ളാഹു നമ്മളും മാത്രം അറിയണ സ്വകാര്യമായ ഒരു കൂലി കിട്ടുന്ന ഒരു അമലാണത്. അള്ളാഹും നമുക്കുമാണ് അത് ഏറ്റവും കൂടുതൽ അറിയാം. അങ്ങനെ പ്രതിസന്ധിയിൽ, പ്രയാസത്തിൽ കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത ഒരു പ്രവർത്തനത്തെ മുൻനിർത്തി നമുക്ക് പ്രാർത്ഥിക്കാന്നാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഒരു അമല് നമുക്കുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കുക. പല സന്ദർഭങ്ങളിലും നമ്മൾ നിസ്സഹായരാകും. പ്രയാസങ്ങളിൽ രക്ഷപ്പെടാൻ കഴിയാതെ, എന്ത് ഭൗതിക സംവിധാനം ഉണ്ടായാലും രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യം നമ്മളെ മുമ്പിൽ ചിലപ്പോൾ വരും. പോരാത്ത മഴ പെയ്തു, ആര് മഴ നിർത്തും? പുഴയിൽ വലിയ കുത്തൊഴുക്കുണ്ടായി, ആരത് നിർത്തും? ആരാണ് ഈ പ്രതിസന്ധിയിൽ നമ്മളെ കരകയറ്റുക? അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് വേണ്ടിയുള്ള തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, 10 ദിവസം പിന്നിട്ടു. പ്രതിസന്ധികളാണ്, മൊത്തം എല്ലാ സംവിധാനങ്ങളും അവരുടെ കയ്യിലുണ്ട്. പക്ഷേ ഒന്നും അനുകൂലമാവുന്നില്ല, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ മണ്ണിടിഞ്ഞ് വീണു പോകുന്ന ഒരു സന്ദർഭം നമുക്ക് വന്നാൽ, ഒരു വെള്ളക്കെട്ടിൽ നമ്മൾ കുടുങ്ങിയാൽ, ഒരു വാഹനത്തിനുള്ളിൽ നമ്മൾ കുടുങ്ങിപ്പോയാൽ, പടച്ചോന്റെ ഒരു സഹായം മുൻനിർത്തി പ്രാർത്ഥിക്കാൻ
എന്ത് അമലുകളാണ് നമ്മുടെയൊക്കെ കൈകളിലുള്ളത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അത് മാത്രം ആഗ്രഹിച്ച് നമ്മൾ ചെയ്ത് ഇഖ്ലാസോട് കൂടി ചെയ്ത ഒരു കർമ്മം നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അള്ളാഹു സ്വീകരിച്ച് ആ പ്രതിസന്ധികളിൽ, പരീക്ഷണങ്ങളിൽ അള്ളാഹു നമുക്ക് വലിയ തുണയാകും. നമ്മൾ ആലോചിച്ച് നോക്കുക, അങ്ങനെ ഒരു അമല് നമുക്ക് ബാക്കിയുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. അത്തരത്തിലുള്ള തവസ്സുൽ അതൊരു ഇബാദത്താണ്, നമുക്കത് നിർവഹിക്കാവുന്നതാണ്. മൂന്നാമത്തെ ഒരു തവസ്സുൽ എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ജീവിച്ചിരിക്കുന്ന നല്ല മനുഷ്യരുടെ പ്രാർത്ഥന കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നല്ല മനുഷ്യരോട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറയാം. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചു അല്ലെ, മഴയുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി, മഴയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ പ്രാർത്ഥന. ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കണേ എന്ന് നമ്മൾ ആൾക്കാരോട് പറയുന്ന പ്രാർത്ഥന. നല്ല സാലിഹീങ്ങളായ സാത്വികരായ മനുഷ്യരോട് നമുക്ക് പറയാം, എനിക്ക് ഇന്ന പ്രയാസമുണ്ട്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയാം. അത്തരത്തിൽ നല്ലവരോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന കാര്യങ്ങൾ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ അദ്ദേഹത്തോട് ഒരുപാട് ദ്രോഹം ചെയ്തില്ലേ? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ യൂസുഫ് അലൈഹി സ്വലാമിനോടും ബിന്യാമിനോടൊക്കെ ചെയ്ത സംഭവങ്ങൾ നമുക്കറിയാം. തെറ്റുകൾ അവർ ചെയ്തു. അവസാനം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവർ പറയുന്നുണ്ട്, ഖാലൂ യാ അബാനാ ഇസ്തഗ്ഫിർ ലനാ ദുനൂബനാ ഇന്നാ കുന്നാ ഖാതിഈൻ. ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേ, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി, ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോടൊന്ന് പ്രാർത്ഥിക്കണേ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഈ മൂന്ന് പ്രാർത്ഥനകൾ, ഒന്ന് അള്ളാഹുവിന്റെ നാമങ്ങളെ മുൻനിർത്തിയുള്ള പ്രാർത്ഥന, രണ്ട് നമ്മളും അള്ളാഹുവും മാത്രം അറിയുന്ന സ്വാലിഹായ അമലുകളെ മുൻനിർത്തിയുള്ള പ്രാർത്ഥന, മറ്റൊന്ന് ജീവിച്ചിരിക്കുന്ന സാത്വികരായ സുഹൃതവാന്മാരായ നല്ല മനുഷ്യരോട് ഒരു പ്രാർത്ഥന എന്ന നിലക്ക് നമ്മൾ വസിയത്താക്കി പറയുന്ന പ്രാർത്ഥന. ഈ മൂന്ന് കാര്യങ്ങളും തവസ്സുൽ അനുവദിക്കപ്പെട്ട കാര്യമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. ആ നിലക്ക് നമ്മൾ തവസ്സുലിനെ കൃത്യമായി മനസ്സിലാക്കി തെറ്റുകുറ്റങ്ങളില്ലാത്ത തവസ്സുൽ ജീവിതത്തിൽ പാലിച്ച് മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. തവസ്സുൽ നമ്മൾ പഠിക്കുമ്പോൾ അനുവദിക്കപ്പെട്ട തവസ്സുലുകളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. എന്നാൽ പ്രമാണം പിൻബലമില്ലാത്ത, ഖുർആനിലോ ഹദീസിലോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പഠിപ്പിക്കപ്പെടാത്ത, വിരോധിക്കപ്പെട്ട ഒരു തവസ്സുലുണ്ട്. അതെന്താണ്? നബിമാരുടെയും വലിയ മഹാന്മാരുടെയും ഒക്കെ അവരൊക്കെ മരിച്ചു പോയാൽ അവരെ വിളിച്ച് തേടാം. മൊയ്തീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് തേടാം, ബദരീങ്ങളെ കാക്കണേ എന്ന് തേടാം, മമ്പർത്ത തങ്ങളെ എൻ്റെ കുട്ടിക്ക് രോഗം സുഖപ്പെടുത്തി തരണേ എന്ന് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ഇന്ന ബീവിയെ, ഇന്ന തങ്ങളെ എന്നൊക്കെ വിളിച്ചിട്ട് നമ്മൾ കാര്യം സാധിക്കാൻ വേണ്ടി നേരിട്ട് അവരോട് പ്രാർത്ഥിക്കാം. അല്ലെങ്കിലോ മരിച്ചുപോയ ഇത്തരം ആളുകളുടെ ഖബറിന് സമീപം ചെന്നിട്ട് എന്നെ സഹായിക്കണേ, എൻ്റെ രോഗം ശിഫയാക്കണേ, പ്രയാസങ്ങൾ നീക്കിത്തരണേ, എൻ്റെ കാര്യം ഒന്ന് അള്ളാഹിനോട് പറയണേ. എങ്ങനെയുണ്ടാവും? എൻ്റെ കാര്യം ഒന്ന് അള്ളാഹിനോട് പറയണേ. നമ്മളൊരു സാധാരണക്കാരനാണ്, ഒരു മോശക്കാരനാണ്, കുറെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. നിങ്ങളൊരു വലിയ ആണല്ലോ, നിങ്ങൾ നല്ല മനുഷ്യനാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിനോടൊന്ന് പറയണേ. നിങ്ങൾക്ക് അള്ളാഹിൻ്റെ അടുത്ത് വലിയ ഹക്കുണ്ട്, അവിടെ ഒരുപാട് അവകാശമുള്ള ആളാണല്ലോ. നിങ്ങൾക്ക് അള്ളാഹിൻ്റെ അടുത്ത് ഒരുപാട് ജാഹുണ്ട്, സ്ഥാനമാനങ്ങളുള്ള ആളാണല്ലോ. അതുപോലെ തന്നെ അള്ളാഹ് നിങ്ങൾക്ക് ഒരുപാട് ബർക്കത്ത് ചെന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, ബർക്കത്ത് കൊണ്ട് എനിക്ക് സുഖപ്പെടുത്തി തരണേ, ഇന്ന കാര്യം സാധിക്കണേ, എൻ്റെ ജോലി ശരിയാക്കി തരണേ, എൻ്റെ കുട്ടിക്ക് ഗൾഫിൽ നല്ല സൗകര്യം കൊടുക്കണേ എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ ഖബറിൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുക, ഇവരോട് പ്രാർത്ഥിക്കുക. അത് തെറ്റായ, പ്രമാണത്തിന്റെ പിൻബലമില്ലാത്ത തവസ്സുലാണ് നമ്മൾ മനസ്സിലാക്കുക. ഖബറിന്റെ അടുത്ത് ചെന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഖബറിലുള്ളവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. പടച്ചോനെ, ഈ കിടക്കണ എൻ്റെ വാപ്പയാണ്, എൻ്റെ ഉമ്മയാണ്, എൻ്റെ പ്രിയപ്പെട്ടവരാണ്, എൻ്റെ സുഹൃത്തുക്കളാണ്, എൻ്റെ ഉസ്താദുമാരാണ്, എൻ്റെ സാദാത്തുങ്ങളാണ്. പടച്ചോനെ, അവർക്ക് നീ അവിടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കണേ, അവരുടെ നന്മ സ്വീകരിക്കണേ, ഖബറിടം വിശാലമാക്കി കൊടുക്കണേ, നരകത്തിന്റെ അദാബിൽ നിന്ന് കാത്തുരക്ഷിക്കണേ, സ്വർഗം കൊടുക്കണേ എന്നൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പടച്ചോനെ, ഇതുപോലെ എനിക്ക് നാളെ വന്ന് കിടക്കേണ്ട സ്ഥലമാണല്ലോ അത്, എൻ്റെ ഖബറിന്റെ സന്ദർഭത്തിൽ എനിക്ക് നീ ഹൈറ് നൽകണേ, നല്ല മരണം നൽകണേ, മരണശേഷം നീ ഹൈറ് നൽകണേ പടച്ചോനെ എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. എല്ലാം അള്ളാഹിനോടാണ്
പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസത്തെ പറ്റി ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു കാര്യം പഠിപ്പിച്ചാൽ ഇത് വളരെ ക്ലിയർ ആകും. എന്തായിരുന്നു അവരുടെ വിശ്വാസം? അവരോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹ് ചോദിക്കാണ്, പ്രവാചകൻ അവരോട് നീ ചോദിക്കുക, ആകാശങ്ങളെ ആരാണ് സൃഷ്ടിച്ചത്? അപ്പൊ അവർ പറയും അള്ളയാണ്. ആരാണ് ഭൂമി സൃഷ്ടിച്ചത്? അള്ളയാണ്. ആരാണ് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത്? അള്ളയാണ്. ആരാണ് ഇവിടെ മഴ വർഷിപ്പിക്കുന്നത്? അള്ളയാണ്. ഇവിടെ ജീവജാലങ്ങളെ ഒക്കെ സംവിധാനിക്കുന്നതും വളർത്തി പരിപാലിക്കുന്നതും ആരാണ്? അള്ളയാണ്. അപ്പൊ അള്ളാൻ അവർ ആരാധിക്കലില്ലേ? ഉണ്ട്. അള്ളാനോട് അവർ പ്രാർത്ഥിക്കാറില്ലേ? ഉണ്ട്. പക്ഷേ അവർക്ക് എന്താ തെറ്റ് പറ്റിയത്? അള്ളാനോടൊപ്പം അവർ മക്കയിൽ മരണപ്പെട്ടുപോയ മഹാന്മാരായ മനുഷ്യന്മാരെ വിളിച്ചു പ്രാർത്ഥിച്ചു. അവരുടെ ബിംബങ്ങളുണ്ടാക്കി, രൂപങ്ങളുണ്ടാക്കി അതിനോട് പ്രാർത്ഥിച്ചു. ഈ വദ്ദിനെയും ലാത്തയെയും ഉസ്സയെയും മനാത്ത് ഹുബുൽ എന്നൊക്കെ പറഞ്ഞ ആരാണ്? അവർക്ക് മുമ്പ് ജീവിച്ചു പോയ സാലിഹീങ്ങളായ മനുഷ്യന്മാരാണ്. മക്കയിൽ ഹജ്ജിന് വരുന്നവർക്ക് നന്നായി ഖിദ്മത്ത് ചെയ്യുകയും അവർക്ക് സേവനം ചെയ്യുകയും ഭക്ഷണം ഒരുക്കി കൊടുക്കുകയും ചെയ്ത ഏറ്റവും നല്ല മനുഷ്യന്മാരാണ്. അവർ മരണപ്പെട്ടു പോയപ്പോൾ അവരോട് പ്രാർത്ഥിച്ചു. അവരുടെ ഖബറുകളിൽ ചെന്ന് വദ്ദേ ലാത്തേ മനാത്തേ എന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞു. അള്ളാനോടും പറഞ്ഞു, ഇവരോടും പറഞ്ഞു. അവർ കുറച്ച് കഴിയുമ്പോൾ വിശ്വസിച്ചെന്ന്, ഞങ്ങൾ ഇവരോട് പറഞ്ഞാൽ നിങ്ങൾ അള്ളാനോട് പറഞ്ഞോളല്ലോ എന്ന് വിശ്വസിച്ചു. ഇത് ഞാൻ വെറുതെ പറയില്ല, ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾ അള്ളാഹു അല്ലാത്ത ലാത്തയോടും ഉസ്സയോടും മനാത്തയോടും ഹുബലിനോടും മരിച്ചുപോയ മഹാത്മാക്കളോടും ഈ ബിംബങ്ങളോടും ഒക്കെ വിഗ്രഹങ്ങളോടൊക്കെ പ്രാർത്ഥിക്കുന്നത്, വിളിച്ചു തേടുന്നത്, തവസ്സുൽ നടത്തുന്നത്, ഇസ്തിഗാസ നടത്തുന്നത് എന്നവരോട് ചോദിച്ചാൽ അവരെന്താ പറയണത്? ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, അല്ലെ? അള്ളാഹ്ക്കാണ് ഏറ്റവും വണക്കത്തോടു കൂടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹു അല്ലാത്ത വലിയകളോട്, വലിയാണെന്ന് കരുതുന്ന ആളുകളോട് നിങ്ങൾ അവരെ സ്വീകരിക്കുന്നു. മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, എന്തിനാണ് നിങ്ങൾ ചെയ്യണത് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ അവരോട് നേരിട്ട് ഒന്നും പറയില്ല. ഈ പറയണത് എന്തിനാണ്? അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുക്കാൻ വേണ്ടി, അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടി, അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. ഇന്നല്ലാഹു യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ, റസൂലിനും അള്ളാഹ്ക്കും അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താണ്? ഈ തേട്ടം അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ എന്ന് അവർ ഭിന്നിച്ചു, അവർ തർക്കിച്ചു. ഈ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ അള്ളാഹു വിധി കൽപ്പിക്കുമെന്നുള്ള പറയാണ്. എന്ന് പറഞ്ഞാല് അള്ളല്ലാത്തവരോട് വിളിച്ചു തേടുക, അത് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളയാണെന്ന് വിചാരിക്കാതെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത്തരക്കാർ മക്കയിലെ മുശ്രിക്കുകൾ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് എന്ന് കൃത്യവും വ്യക്തവുമായി ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ആയത്ത് പറയുന്നു, ഇന്നല്ലാഹ ലാ യഹ്ദീ മൻ ഹുവ കദിബുൻ കഫാർ, ആരെങ്കിലും ഇത് നുണപ്രചരണത്തിലൂടെ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ, അള്ളാഹുവിനോട് കുഫർ ചെയ്താൽ അവരൊരിക്കലും നേർമാർഗത്തിലാവുക തന്നെയില്ല എന്ന് ഖുർആൻ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് തെറ്റായ തവസ്സുലാണ് എന്ന് പഠിപ്പിക്കുകയാണ്. പലപ്പോഴും ആളുകൾ പറയും അള്ളാഹ് ഒരു ട്രാൻസ്ഫോമർ പോലെയാണ്. നേരിട്ട് ട്രാൻസ്ഫോമർ നമ്മളെ വീട്ടിൽ ഒരു കണക്ഷൻ എടുത്താൽ എന്താ സംഭവിക്കുക? അവിടെ പൊട്ടിത്തെറിച്ചു പോകൂലേ? നമ്മൾ അടിച്ചു പോവും, ഫീസാവും. അള്ളൊരു ട്രാൻസ്ഫോമർ എന്നല്ല പ്രിയപ്പെട്ടവരെ. അള്ളാഹ് റസൂല് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഒരു ചാണെടുത്താൽ അള്ളാഹ് നിങ്ങളിലേക്ക് ഒരു മുഴമെടുക്കും. നിങ്ങൾ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം തന്നെ നിങ്ങളുടെ ജീവനാഡിയേക്കാൾ അടുത്താണെന്നുള്ളത്. നിങ്ങൾ അള്ളാഹിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. അള്ളാഹ് നിങ്ങൾക്ക് ഉത്തരം നൽകും. നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ കഴിയുന്നവൻ അള്ളയാണ്. അള്ളാഹ് അത് നൽകും എന്ന് നമ്മോട് പറയാൻ. അപ്പൊ അള്ളൊരു ട്രാൻസ്ഫോമർ അല്ല, നമ്മളങ്ങനെ വിചാരിക്കേണ്ടയില്ല. അള്ളാഹ് റസൂൽ പറഞ്ഞ അതിനപ്പുറത്തുണ്ടോ? അതുകൊണ്ട് നമ്മളിങ്ങനെ പോസ്റ്റ് ഇങ്ങനെ കുറെ സ്ഥലത്ത് വെച്ച് അതിലൂടെ കറണ്ട് വന്ന് നമ്മളെ വീട്ടിലേക്ക് വയറ് വലിച്ച് അങ്ങനെ കണക്ഷൻ എടുക്കുന്നത് പോലെ നമ്മളതിൻ്റെ ഇടയിലുള്ള മഹാന്മാരെ, മൊയ്‌നീ ശൈഖിനെ, തങ്ങന്മാരെ ഇങ്ങനെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ച് അവരല്ലാഹിനോട് പറഞ്ഞോളും എന്നുള്ളൊരു ഇടപാട് ഇസ്ലാമിലില്ല. മറ്റൊരു പണ്ഡിതനോട് ചോദിച്ചു, ആരെങ്കിലും അള്ളാഹിനോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ അയാൾ ചെയ്യുന്നത് തെറ്റാണോ? തെറ്റല്ല എന്നാൽ മറുപടി പറഞ്ഞു, ആരെങ്കിലും മൊയ്‌നീ ശൈഖിനോടോ മറ്റുള്ള തങ്ങന്മാരോടോ പ്രാർത്ഥിച്ചിട്ടില്ല, അയാൾ തെറ്റുകാരനാണോ? തെറ്റുകാരനല്ല. പിന്നെ അയാൾക്കുള്ള ഗുണം എന്താ? അയാൾക്കുള്ള ഗുണം അദ്ദേഹം പറയണത്, മഹാത്മാക്കളോട് പ്രാർത്ഥിക്കുന്നത് നമ്മൾ ബെൻസ് കാറിൽ പോകുന്നത് പോലെയാണ്. എന്നാൽ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചാൽ അയാൾ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നവനെ പോലെയാണ്. ഇപ്പൊ KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴുള്ള അതിനേക്കാളും സുഖം ബെൻസിൽ പോകുമ്പോൾ കിട്ടുമല്ലോ. അതേമാതിരിയുള്ള സുഖം കിട്ടണമെങ്കിൽ അള്ളല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ മതി എന്നാ പറയണത്. അള്ളാഹിനോട്
നേരിട്ട് പ്രാർത്ഥിച്ചാൽ KSRTCയിൽ യാത്ര പോകണമായിരിക്കും. അള്ളാന്റെ സൃഷ്ടിജാലങ്ങളോട് പ്രാർത്ഥിച്ചാൽ, അള്ളാഹ് സൃഷ്ടിച്ച സൃഷ്ടിജാലങ്ങളോട് പ്രാർത്ഥിച്ചാൽ ബെൻസിൽ പോണമായിരിക്കും. അങ്ങനെ ഒരു ഇടപാടുണ്ടാവുമോ? അള്ളാഹിനോട് ചെയ്താലല്ലോ ഇതൊക്കെ കൂടുതൽ കിട്ടേണ്ടത്. എന്നിട്ട് ആളുകളെ ഇത്തരത്തിൽ കൺഫ്യൂഷൻ ആക്കാണ് പ്രിയപ്പെട്ടവര്. അള്ളാഹിനോടല്ലാതെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ വഴി പിഴച്ചു പോകും. ഒരാൾ അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കണുള്ളൂ, സങ്കടങ്ങൾ അള്ളാഹിനോടേ പറയണുള്ളൂ, ആവശ്യങ്ങൾ അള്ളാഹിനോടേ പറയണുള്ളൂ, അയാൾ ഒരിക്കലും വഴി പിഴക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹിനോടല്ലാത്ത ഒരാൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഫർളല്ല, വാജിബല്ല, സുന്നത്തല്ല, ഏതെങ്കിലും അനുവദിക്കപ്പെട്ട കാര്യമല്ല. അത് ബിദ്അത്താണ്, തെറ്റാണ്, ശിർക്കാണ്, കുഫ്റാണ് നമ്മൾ മനസ്സിലാക്കുക. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും നമ്മുടെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ മരണശേഷം പ്രിയപ്പെട്ടവരെ അള്ളാഹ് പറഞ്ഞല്ലോ, എന്താ പറയുക, ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ. നിങ്ങൾ ഈ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു വെക്കണ ഈ വിഷയത്തില് അള്ളാഹ് ഒരു തീർപ്പ് കൽപ്പിക്കുന്നു പറഞ്ഞില്ലേ. മരണശേഷം പിന്നെ തിരിച്ചു വന്നിട്ട് നന്നായിട്ട് പോകാനുള്ള ഒരു വകുപ്പില്ല നമ്മൾ മനസ്സിലാക്കണം. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ അടിത്തറയിൽപ്പെട്ടതാണ്. അതിൽപ്പെട്ടതാണ് ഈ തവസ്സുല്, പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തെറ്റില്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കി സത്യസന്ധമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ ദീനിനെയും നമ്മുടെ ഉമ്മത്തിനെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ കാലവിപത്തുകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ ഉമ്മത്തിനെയും നമ്മുടെ നാടിനെയും രാജ്യത്തെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാ രോഗങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, കഠിനമായ രോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കണിശമായ അള്ളാഹുവിന്റെ വിചാരണകളിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ധാരാളം നല്ല ഉദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നാഥ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണമേ റഹ്മാനെ. ഞങ്ങൾക്ക് ഉത്തരം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരുടെ ഖബർ ജീവിതം നീ വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, എല്ലാ നിലക്കും ഞങ്ങളുടെ ജീവിതത്തിൽ, പഠനത്തിൽ, കുടുംബജീവിതത്തിൽ, ജോലിയിൽ, കച്ചവടത്തിൽ, ഞങ്ങളുടെ യാത്രകളിലൊക്കെ നീ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദൈനാ മിനൻ നാർ, അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.